സിനിജി മലയാള സിനിമയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വലിയ വിവാദങ്ങളൊക്കെ കത്തുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് മാധ്യമങ്ങൾ ആരും ചർച്ച ചെയ്യാതെ ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രം ചർച്ച ചെയ്ത ഒരു വിഷയമാണ് റിമ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിന്റെയും ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയം. അതായത് തമിഴിലെ ഒരു ഗായിക സുചിത്ര അവരുടെ സോഷ്യൽ മീഡിയ പേജിൽ വന്നിട്ട് ഇത്തരത്തിൽ റിമയുടെ വീട്ടിൽ പാർട്ടികൾ നടത്തുന്നു, പെൺകുട്ടികളെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിരവധി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചു. അതൊക്കെ നമ്മൾ ചർച്ചയാക്കിയതാണ്. പക്ഷേ ഇപ്പോൾ ഭാഗ്യലക്ഷ്മി, എനിക്ക് തോന്നുന്നു ഭാഗ്യലക്ഷ്മി ഏറ്റവും കൂടുതൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പലർക്കും പല അഭിമുഖങ്ങളും ഒക്കെ കൊടുത്തിട്ടുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം അവർ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് ഇവർക്കെതിരെ കേസെടുക്കുന്നില്ല, അതായത് റിമ കല്ലിങ്കൽ പറയുന്നതൊക്കെ സത്യമുള്ള കാര്യങ്ങളല്ല, ഇവരുടെ വീട്ടിൽ അത്തരത്തിൽ പാർട്ടികൾ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് വാർത്തയാക്കുന്നില്ല. ഇപ്പോൾ പ്രാഥമിക അന്വേഷണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു പാർട്ടി നടക്കുന്നില്ല, അത്തരത്തിൽ സുചിത്രയുടെ ആരോപണമാണ്, ആരോപണത്തിനെതിരെ പരാതി നൽകും എന്നൊക്കെ പറയുന്നുണ്ട്. സുചിത്ര ചിലപ്പോൾ മൊഴി നൽകാനായി വരുമായിരിക്കും. പക്ഷേ ഈ പീഡന പരാതികളുടെ കൂടെ തന്നെ അന്വേഷിക്കേണ്ടതല്ലേ സിനിമയിലെ ഇടപാടുകളും? തീർച്ചയായിട്ടും. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ, അതായത് ഒരു പരാതി മാത്രമേ ഉള്ളൂ, അല്ലെ ആരോപണം മാത്രമേ ഉള്ളൂ. സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയും ഈ ഏറ്റവും ഒടുവിൽ നിവിൻ പോളിക്കെതിരെ ഉള്ളത് ആരോപണം മാത്രമാണ്. അപ്പോൾ ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ടാണ് കേരള പോലീസ് ഈ സിനിമാ നടന്മാർക്കെതിരെ അല്ലെങ്കിൽ ഈ സംവിധായകനെതിരെ, രഞ്ജിത്തിനെതിരെ ഒക്കെ നടപടിയുമായി മുന്നോട്ട് പോയത്? കേസ് രജിസ്റ്റർ ചെയ്യുന്നു, FIR രജിസ്റ്റർ ചെയ്യുന്നു. ഇതൊക്കെ പീഡനമായി ബന്ധപ്പെട്ടാണ്, സ്ത്രീയെ ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ്. അതിനേക്കാൾ കുറച്ചുകൂടെ ഗ്രാവിറ്റി കൂടുതലാണ് മരുന്ന് പാർട്ടികൾ പാർട്ടി നടത്തി. അപ്പോൾ പാർട്ടി നടത്തിയത് മലയാള സിനിമയിലെ ഒരു നായികാ നടിയായി അഭിനയിച്ച യുവതിയാണ്, അല്ലെങ്കിൽ സ്ത്രീയാണ്. അവർ കുറേ യുവതികളുമായി ചേർന്ന് ഇത്തരം പാർട്ടികൾ കേരളത്തിനും പുറത്തും നടത്തുന്നു. ഇത് പറയുന്നത് ഭാഗ്യലക്ഷ്മിയെ പോലെ വളരെ ഉത്തരവാദിത്വപരമായി സാമൂഹ്യ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്. അപ്പോൾ എന്തുകൊണ്ട് ആ കാര്യങ്ങൾ അന്വേഷിച്ചില്ല എന്നുള്ളതിന് മറുപടി പറയേണ്ടത് സർക്കാരാണ്. അപ്പോൾ ഇത് വെറും ഒരു ആരോപണം മാത്രമാണെങ്കിൽ, സിനിമാ നടന്മാർക്കും സംവിധായകർക്കും എതിരെ ആരോപണം ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് ആക്ട് ചെയ്ത സർക്കാർ ഇത്തരം കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നത് ഒരു സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്നതാണ്. ഈ നേരത്തെ തന്നെ ഈ ഗായിക ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് യുവതികളായ നിരവധി പെൺകുട്ടികളെ ഇത്തരം പാർട്ടികളിലേക്ക് പങ്കെടുപ്പിക്കുകയും അതുവഴി ഈ സംഘാടകർ പൈസ ഉണ്ടാക്കുകയും ചെയ്തു. സംഘാടകർ എന്ന് പറയുന്നത് റിമ കല്ലിങ്കലാണെങ്കിൽ അവർ പൈസ ഉണ്ടാക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവരെ വഴിയിലേക്ക് തള്ളിവിടുകയല്ല ചെയ്യുന്നത്. ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ, അവരുടെ മസ്തിഷ്കങ്ങളെ മരവിപ്പിക്കുന്ന രീതിയിൽ ചില പ്രവർത്തനങ്ങൾ ഒരാൾ കാഴ്ചവെക്കുന്നു. ആ കാഴ്ചവെക്കുന്നത് തെറ്റാണെന്നും ഭാഗ്യലക്ഷ്മിയെ പോലെ WCCയുമായി ഒക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച, അല്ലെങ്കിൽ ഈ സോഷ്യലി സ്ത്രീകൾക്ക് വേണ്ടിയൊക്കെ നിലകൊള്ളുന്ന ഒരാൾ പറയുകയാണ്. അവർ ഒച്ചയെടുത്ത് പറഞ്ഞിട്ടും ഇവിടുത്തെ മാധ്യമങ്ങളടക്കം വാർത്ത കൊടുക്കുന്നില്ല. മാത്രമല്ല, ഒരു മാധ്യമം പറഞ്ഞത് റിമ കല്ലിങ്കൽ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞങ്ങൾക്ക് തോന്നാത്തതുകൊണ്ട് വാർത്ത കൊടുത്തില്ല. മാത്രമല്ല, ഞങ്ങൾ വേണമെങ്കിൽ അവരുടെ നിലപാട് വ്യക്തമാക്കാം ഞങ്ങളുടെ മാധ്യമത്തിലൂടെ. എങ്ങനെയാണ് നമ്മളതിനെ ഉൾക്കൊള്ളാൻ പറ്റുക? അതെ, തീർച്ചയായിട്ടും. എങ്കിൽ പിന്നെ അങ്ങനെയാണ് എങ്കിൽ മുകേഷിന്റെ നിലപാട് ഇവർ ചോദിക്കണ്ടേ? മുകേഷിന് പറയാനുള്ളത് ഇവർ കേൾക്കണ്ടേ? സിദ്ദിഖിന് പറയാനുള്ളത് ഇവർ കേൾക്കണ്ടേ? ഇപ്പൊ നിവിൻ പോളി തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് മാധ്യമങ്ങളെ കണ്ടാണ് നിവിൻ പോളിക്ക് പറയാനുള്ളത് പറഞ്ഞത്. നിവിൻ പോളി എത്തരത്തിൽ കണ്ടില്ലായിരുന്നുവെങ്കിൽ മോഹൻലാൽ ഒളിച്ചോടി എന്ന് ചോദിച്ചതുപോലെ നിവിൻ പോളിയും ഒളിച്ചോടി എന്ന് ചോദിച്ചേ ഈ മാധ്യമങ്ങളൊക്കെ. അതും 6ാം പ്രതിയാണ് നിവിൻ പോളി. ഈ 5 പേരെയും കൊണ്ടുവന്നിട്ടില്ല. ഈ 5 പേരെയും ഇതുവരെ മാധ്യമങ്ങളുടെ മുന്നിൽ, അല്ലെങ്കിൽ ഈ മാധ്യമങ്ങൾ ചേസ് ചെയ്തോ പുറകെ നടന്നോ അന്വേഷിച്ച് കണ്ടെത്തിയിട്ടില്ല. 6ാം പ്രതിയായ നിവിൻ പോളിയെയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ആരോപണ വിധേയനാക്കിയത്. കാരണം നിവിൻ പോളിയുടെ പേര് പറയുമ്പോൾ റേറ്റിംഗ് കൂടുമെന്ന് ഇവർക്കറിയാം. അതുപോലെ തന്നെ പീഡന കാര്യങ്ങൾ പറയുമ്പോൾ, ഇടവേള ബാബുവിൻ്റെ ആയാലും മണിയമ്പിള്ള രാജുവിൻ്റെ ആയാലും അത്തരം പേരുകൾ പറയുമ്പോൾ റേറ്റിംഗുകൾ കൂടും. ഈ റിമ കല്ലിങ്കലും ആഷിഖ് കപൂറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ മാധ്യമ പ്രവർത്തകർക്കിടയിൽ തന്നെ ഇവർക്ക് ചുറ്റും നിൽക്കുന്ന കുറേ ആളുകൾ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത്തരം ആളുകൾ ഇപ്പോൾ മാതൃഭൂമി പോലുള്ള ഒരുപാട് വർഷം പാരമ്പര്യമുള്ള ഒരു മാധ്യമം, അത് റിമ കല്ലിങ്കലിന്റെ വാർത്തയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ആ വാർത്ത മുക്കിയെങ്കിൽ, അല്ലെങ്കിൽ ആ വാർത്ത അവർ പിൻവലിച്ചുവെങ്കിൽ, ഈ പവർ ഗ്രൂപ്പ് എന്ന് WCC ആരോപിക്കുന്ന, അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പവർ ഗ്രൂപ്പ് ആരാണ് എന്നുള്ളത് ഇനി തുറന്നു പറയേണ്ടതിൻ്റെ കാര്യമുണ്ട്. കാരണം അത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി ആ പവർ ഗ്രൂപ്പ് ആരാണ്. മാധ്യമങ്ങളെ നിലയ്ക്ക് നിർത്താൻ, തങ്ങളുടെ വാർത്തകൾ, തങ്ങൾക്കെതിരെ വരുന്ന വാർത്തകൾ നൽകാതിരിക്കാൻ, തങ്ങളെ സംരക്ഷിക്കാൻ, തങ്ങളുടെ നിലപാടുകൾ കേൾക്കാൻ ചെവികൊള്ളുന്ന മാധ്യമങ്ങൾ ഉണ്ട് എങ്കിൽ ആ മാധ്യമങ്ങളെല്ലാം തങ്ങളുടെ പരിധിക്കുള്ളിലാക്കാൻ കഴിവുണ്ടെങ്കിൽ ആരാണ് പവർ ഗ്രൂപ്പ് എന്നുള്ളത്, ഈ പവർ ഗ്രൂപ്പിന്റെ ശക്തി എന്താണ് എന്നുള്ളത്, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുന്നത് വെറുതെ അല്ല എന്നുള്ളത് സത്യത്തിൽ ഈ റിമ കല്ലിങ്കലിന്റെയും ആഷിഖ് കപൂറിന്റെയും കാര്യങ്ങൾ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി എന്നുള്ളതല്ലേ?
ധന്യ പറയുന്നതനുസരിച്ച് മുഖ്യധാര മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ അതിൻ്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഒരു വാർത്തയാണ് മിനിറ്റുകൾക്കുള്ളിൽ അപ്രത്യക്ഷമായി മാറിയത്, ആ ഭാഗത്ത് ബ്ലാങ്ക് ആയിട്ട്. അപ്പോൾ ആ വാർത്ത വന്നതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച ഒരുപാട് ആൾക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു റിമാ കല്ലിങ്കലിനെ തൊട്ടപ്പോൾ പൊള്ളിയെങ്കിൽ, മാധ്യമങ്ങൾക്ക് പൊള്ളിയെങ്കിൽ, ഈ പറയുന്ന പോലെ പവർ ഗ്രൂപ്പിൻ്റെ സാന്നിധ്യം അവിടെ വളരെ പ്രകടമാണ്. മാത്രവുമല്ല ആഷിഖ് അബു പറയുകയാണ് മലയാള സിനിമയിൽ ഈ പറയുന്ന യുടെ സാന്നിധ്യമേ ഇല്ല, അങ്ങനെ ഒരു സംഭവമില്ല, അത് തെറ്റായ കാര്യമാണ്. ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ കമ്മിറ്റി അംഗങ്ങളായ 3 പേരും ഒറ്റ കാര്യത്തിലേ യോജിച്ചിട്ടുള്ളൂ, സിനിമാ മേഖല ഉപയോഗം അനിയന്ത്രിതമായി നടക്കുന്നു. അതാണ് ഈ സിനിമ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അടിസ്ഥാന കാരണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ഒരു കാര്യത്തെ ആഷിഖ് അബു തിരസ്കരിക്കുകയാണ്, അങ്ങനെ ഒരു സംഭവമില്ല. എന്നിട്ട് ഈ റിമാ കല്ലിങ്കലിനെതിരെ ആരോപണമാണെങ്കിൽ ആ വാർത്ത എന്താ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുക്കുന്നത്. അപ്പോൾ മുഖ്യധാരാ മാധ്യമങ്ങളെ വിലക്കെടുക്കാൻ കഴിയുന്ന, അവരെ റിമോട്ട് കൺട്രോളിൽ നിർത്താൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ് അതിനകത്തുണ്ട്. ഒപ്പം മലയാളത്തിലെ ഈ സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ സ്ത്രീകളെ ഉപദ്രവിച്ചു അല്ലെങ്കിൽ പെൺകുട്ടിയെ ഉപദ്രവിച്ചു, സഹനടിയെ ഉപദ്രവിച്ചു എന്നുള്ള വാർത്തകൾ കൊടുക്കാൻ കാണിക്കുന്ന ഉത്സാഹം ഈ കാര്യത്തിൽ പലപ്പോഴും മാധ്യമങ്ങൾ വിസ്മരിക്കുകയാണ്. അപ്പോൾ ഉപയോഗം നടന്നു എന്നൊരു പിന്നെ ഗായിക പറയുകയാണ്. ആ ഗായിക പറഞ്ഞെങ്കിൽ ഗായിക ചോദ്യം ചെയ്യാമല്ലോ, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ ആ ഗായിക പറയുന്നത് എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ പോയപ്പോൾ അവർ കൊടുക്കുന്ന ഒരു ചോക്ലേറ്റ് കഴിക്കാൻ പോലും ധൈര്യമില്ല എന്ന് പറഞ്ഞാൽ ആ ചോക്ലേറ്റിൽ പോലും എന്തോ വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ബോധരഹിതരായി പോയിരിക്കാം എന്ന് പറഞ്ഞാൽ ഉപയോഗിച്ച് അവരെ ചൂഷണം ചെയ്യുന്നു എന്നൊരർത്ഥമുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകുന്ന ആരാണോ, ആരോപണ വിധേയ തന്നെയാണല്ലോ, അവരെ വിളിച്ചെടുത്ത് ചോദ്യം ചെയ്യണമല്ലോ, അവിടെ റെയ്ഡ് നടക്കണമല്ലോ. മാത്രമല്ല കൊച്ചിയിൽ നടന്ന റെയ്ഡുകൾ അത് എവിടെയാണ് നടന്നത് അത് വ്യക്തമാക്കുന്നില്ല. ഏതോ വീടുകളിലോ ഫ്ലാറ്റുകളിലോ ഒക്കെ നടന്നു എന്ന് പറയുന്നു. ഈ ബാംഗ്ലൂരിൽ ഇത്തരത്തിലുള്ള പാർട്ടികൾ നടന്നു. അപ്പോൾ അവിടെ പാർട്ടികൾ നടക്കുക സർവ്വസാധാരണ ബർത്ത്ഡേ പാർട്ടി ഒന്നുമില്ല. പാർട്ടി എന്ന് പറഞ്ഞാൽ ക്ക് വേണ്ടിയിട്ട് കുറേ യുവതിയുവാക്കൾ ഒന്നിച്ചു ചേരുന്നു, അതിൻ്റെ സംഘാടകർക്ക് വലിയ തോതിൽ പൈസ കിട്ടുന്നു. ഈ രീതിയിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ സിനിമയെ അതിനൊരു മറയാക്കി മാറ്റുന്നു. അപ്പോൾ സർക്കാർ ഇതിനകത്ത് കൃത്യമായി ഇടപെടൽ നടത്തണ്ടേ, വരുന്ന തലമുറയെല്ലാം ദോഷം ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീപീഡനം എന്ന് പറയുന്നത് ഒരു വലിയ ക്രിമിനൽ കുറ്റമാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് ഉപയോഗവും ഒപ്പം സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആഷിഖ് അബുവും റിമാ കല്ലിങ്കലും ആരോപണ വിധേയരാണെന്ന് ഭാഗ്യലക്ഷ്മി പറയുകയാണെങ്കിൽ ഭാഗ്യലക്ഷ്മിക്കെതിരെ അറ്റാക്ക് ചെയ്യാത്ത എന്താ? ഭാഗ്യലക്ഷ്മി പറയുന്നത് തെറ്റാണ്, അവർ കള്ളമാണ്, അവർ ഒരു സത്യസന്ധതയില്ലാത്ത സ്ത്രീയാണെന്ന് പറഞ്ഞിട്ട് ആക്രമിക്കാത്ത എന്താ? അപ്പോൾ അവർ പറഞ്ഞത് അന്തരീക്ഷത്തിൽ നിൽക്കുന്നു, ഇത് ജനങ്ങൾ കാണുന്നു, മനുഷ്യരെല്ലാം കാണുന്നു, ഒപ്പം പവർ ഗ്രൂപ്പും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയും ചേർന്നിട്ട് ഈ വാർത്തകളെ എല്ലാം മുക്കുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് ആരാണ് അന്വേഷിക്കാൻ ഇനി ഇനിഷ്യേറ്റീവ് എടുക്കുക? തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് ഇത് ഇപ്പം നമ്മൾ വാർത്ത ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ കുറേ കമൻറ്റുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിൽ അല്ലെങ്കിൽ NIA വരുമോ, നർക്കോട്ടിക്സ് കൺട്രോൾ അവരാണിത് കൈകാര്യം ചെയ്യേണ്ടത്, പക്ഷെ അവരിത് ഏറ്റെടുക്കുമോ എന്നൊക്കെയുള്ളൊരു വലിയ ചോദ്യം. കാരണം ഇടപാടുകൾ എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല, അത് വലിയൊരു കണ്ണി അതിൻ്റെ പിന്നിലുണ്ട്, വലിയൊരു മാഫിയ അതിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു, ആര് സപ്ലൈ ചെയ്യുന്നു, ഇവർ ആരൊക്കെയുള്ള ഗ്യാങ്ങാണ് ഈ സപ്ലൈ ചെയ്യുന്നത്, ഇവർ ആരിലൊക്കെ അത് എത്തിക്കുന്നു, ഇതൊക്കെ ഈ നേരത്തെ തന്നെ റിമയുടെയും ആഷിഖിൻ്റെയും ഒരു കഫേ പനമ്പള്ളി നഗറിലുണ്ട്. അത് ആ കഫേയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളൊക്കെ നേരത്തെ തന്നെ ഉണ്ടായതാണ്. അപ്പം ഈ ഭാഗ്യലക്ഷ്മി തന്നെ ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുകയാണ്, എന്തുകൊണ്ട് നിങ്ങൾ അത് അന്വേഷിക്കുന്നില്ല, ആ കാര്യങ്ങൾ വ്യക്തത വരുത്തുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ കൃത്യമാണ് അത്തരം കാര്യങ്ങൾ സിനിമയ്ക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്ന് ഭാഗ്യലക്ഷ്മി പറയാതെ പറയുകയാണ്. എന്നിട്ട് പോലും ഭാഗ്യലക്ഷ്മിക്കെതിരെ എന്തുകൊണ്ട് റിമ അല്ലെങ്കിൽ ആഷിഖ് അബുവും കേസ് കൊടുക്കാൻ തയ്യാറാകുന്നില്ല? സുചിത്ര ഞായറാഴ്ച പറയുന്നു, പിന്നെയും 3 ദിവസം കഴിഞ്ഞാണ് സുചിത്രയ്ക്കെതിരെ പരാതി നൽകാനായി ഇവർ പോകുന്നത്. പിന്നീടാണ് എനിക്ക് തോന്നുന്നു ഒരു യുവമോർച്ച നേതാവിൻ്റെ പരാതിയിലാണെന്ന് തോന്നുന്നു ഇവർക്കെതിരെ ഒരു അന്വേഷണം ഒരു പ്രാഥമിക അന്വേഷണം. ബാക്കിയുള്ളവർക്കല്ല, എനിക്കൊന്നു ഈ നിവിനെതിരെയൊക്കെ ഇപ്പോൾ പരാതിക്കാരി ഹണി ട്രാപ്പിൽ ഉൾപ്പെട്ടവരാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിവിനെതിരെയൊക്കെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇവിടെ വലിയൊരു തെറ്റ്, നേരത്തെ സുനിജ് പറഞ്ഞതുപോലെ തന്നെ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഉപയോഗം നടക്കുന്നു, അത്തരത്തിൽ പാർട്ടികൾ നടക്കുന്നു, പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടുന്നു, അവിടെ നിന്നൊരു ചോക്ലേറ്റ് പോലും വാങ്ങിക്കഴിക്കാൻ ഭയമാണ് എന്നൊക്കെ പറയുമ്പോൾ അതിനെതിരെ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതല്ലേ? അത്തരത്തിൽ സിനിമയ്ക്കുള്ളിൽ ഇവർ കച്ചവടം നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്തുന്നുണ്ടോ ഇതൊക്കെ പറയുമ്പോൾ ആഷിഖ് അബു പറയുന്നത് ഞാൻ മുസ്ലിം ആയതുകൊണ്ട് സംഘപരിവാർ എന്നെ ആക്രമിക്കുന്നു എന്നാണ്. അത്തരത്തിലാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? അങ്ങനെ ഒരിക്കലും കാണരുത്. കാരണം എല്ലാ കാലത്തും മലയാള സിനിമ ഉണ്ടായിരുന്നു, അന്ന് സിഗരറ്റ് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കുന്നു, അവിടെ തീർന്നു. പക്ഷെ ഇപ്പോൾ കാലം മാറിയപ്പോൾ
യുടെ ഒരു ഗ്രാവിറ്റി മാറുന്നു, അതായത് രാസവസ്തുക്കളാകുന്നു, അത് പലതരത്തിലുള്ള പുകകളായി മാറുന്നു. നമ്മൾ കറുപ്പ് എന്നൊക്കെ പറയുന്ന വില കൂടിയ വസ്തുക്കൾ, MDMA എന്ന് തുടങ്ങിയ രാസവസ്തുക്കളൊക്കെ വരും. ഇതൊക്കെ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പോയാൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് ഉൾപ്പെടെ കേടുപാടുകൾ സംഭവിക്കും. നമുക്കറിയാം, മലപ്പുറത്ത് ഈ സുജിത് ദാസ് എന്ന് പറഞ്ഞ SP ഒരു പരാതി ഉണ്ടായപ്പോൾ ഒരാളെ അവിടെ ചവിട്ടിക്കൊന്നു എന്നൊക്കെ പറഞ്ഞു. അയാൾ എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ MDMA ഒരു പാക്കറ്റ് വിഴുങ്ങിയിരുന്നു. അയാളുടെ ആന്തരിക അവയവങ്ങൾ തകർന്നു, അയാളുടെ പല്ലൊക്കെ ദ്രവിച്ചു പോയി. അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നു പാർട്ടി ഒരു നടി നടത്തുന്നു, കേരളത്തിലും ബാംഗ്ലൂരിലും അടക്കം നടത്തുന്നു എന്ന് പറയുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൻ്റെ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങളും ഈ സാധനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പവർ ഗ്രൂപ്പും മലയാളത്തിൽ ഇപ്പോഴും ശക്തമായി നിൽക്കുന്നു. സർക്കാർ എന്തുകൊണ്ട് ആക്ട് ചെയ്യുന്നില്ല? ഏറ്റവും പവർഫുള്ളായ അല്ലെ സർക്കാരിനൊപ്പം നിൽക്കുന്ന രഞ്ജിത്തിനെതിരെയും മുകേഷിനെതിരെയും ഒക്കെ നിലപാട് സ്വീകരിക്കുന്ന, നടപടി സ്വീകരിക്കുന്ന സർക്കാരിനെ ഇത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ ആഷിഖ് അബു പറഞ്ഞെന്താ അറിയോ? റിമ കല്ലിങ്കിൽ ഇത്തരത്തിലുള്ള പാർട്ടികളൊന്നും നടത്തിയിട്ടില്ല, ഇത് തെറ്റായ ആരോപണമാണ്, ഞാനും ഇത്തരം കാര്യങ്ങളൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, ഞാനൊരു സഖാവായിരുന്നു, പക്ഷേ ഞാനൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണ് ആക്രമിക്കുന്നത്. ഒരാൾ കച്ചവടം നടത്തി പെട്ടുപോയി എന്ന് പറയുമ്പോൾ ഉടനെ ഞാൻ മുസ്ലിം നാമധാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ രക്ഷപ്പെടാൻ ഒരാൾ ശ്രമിക്കാന്ന് പറഞ്ഞാൽ അയാളുടെ മനസ്സ് എത്രത്തോളം ഇടുങ്ങി. അപ്പം അവസാന കൈക്ക് രക്ഷപ്പെടാൻ മതത്തെ ഉപയോഗിക്കുന്നു. കറുപ്പ് എന്ന് പറയുന്നത് മതമാണോ? എനിക്കറിയില്ല. അല്ല, മുസ്ലിം ആയതുകൊണ്ടാണ് സംഘപരിവാർ, പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്, മുസ്ലിം ആയതുകൊണ്ട് സംഘപരിവാർ എന്നെ ഉപദ്രവിക്കാൻ. ഇത് പറഞ്ഞത് സംഘപരിവാർ അല്ല. സുചിത്രയ്ക്കിനി ഏതെങ്കിലും സംഘപരിവാർ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എന്നാണ് എൻ്റെ അറിവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് പറഞ്ഞത് ഒരു BJP നേതാവോ, ഒരു RSS നേതാവോ, അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും സംഘടനയുടെ ABVP നേതാക്കളോ ഒന്നുമല്ല ഈ ആരോപണം റിമയ്ക്കും ആഷിഖ് അബുവിനും നേരെ ഉന്നയിച്ചത്. തമിഴിലെ ഒരു ഗായികയാണ് അവർ. ഇതിനു മുന്നേയും പല ആരോപണങ്ങളും പലർക്കെതിരെ ഉന്നയിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ളൊരു ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. അപ്പോൾ സംഘപരിവാർ അജണ്ടയാണ് അവർ ഈ എന്ന് പറഞ്ഞുകൊണ്ട് ആഷിഖ് അബുവിലൂടെ നടപ്പിലാക്കുന്നത് എന്ന് ആഷിഖ് അബു പറയുമ്പോൾ സത്യത്തിൽ ആഷിഖ് അബു വിവരമില്ലാത്തവനാണോ പൊട്ടനാണോ എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ തങ്ങൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോൾ അതിനെ മതത്തിൻ്റെ കൂട്ടുപിടിച്ചുകൊണ്ടും ഏതെങ്കിലും സംഘടനയെ അല്ലെങ്കിൽ അവരുടെ മേലിലേക്ക് പഴിചാരിക്കൊണ്ടും മുന്നോട്ട് പോകുന്ന ഒരു നിലപാട്. ഇതിന് മുൻപേയും സംഘപരിവാറിനെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ ആഷിഖ് അബുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. പറയുന്നത് ശരിയാണ്, അവർ സഖാവാണ്, റിമയും ഒരു സഖാത്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ വലിയ രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. കാരണം അവർ ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ്, പുരോഗമനവാദികളാണ്, സർക്കാരുമായി ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇതൊരു സാധാരണക്കാരന് മേലെയാണ് ഇത്തരം ഒരു ആരോപണം വന്നതെങ്കിൽ സിനിമാ മേഖലയുമായി ബന്ധമില്ലാത്ത, സഹാക്കളല്ലാത്ത, ഇടതുപക്ഷക്കാരുമായി ഒരു ബന്ധവുമില്ലാത്തവർക്കെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം വന്നതെങ്കിൽ തീർച്ചയായിട്ടും എപ്പോൾ തന്നെ അതിനെതിരെ നടപടി ഉണ്ടായേനെ, അന്വേഷണം ഉണ്ടായേനെ, അതിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ പോലീസും സംസ്ഥാന സർക്കാരും ഒക്കെ മുന്നിട്ടിറങ്ങിയേനെ. ഇവിടെ ഇത്രയും വലിയ ആരോപണമാണ് നടക്കുന്നത്. പെൺകുട്ടികളെ ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് പാർട്ടിക്കിടയിൽ അവരെ അടിമകളാക്കിക്കൊണ്ട് ചൂഷണം ചെയ്യുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല. അത്തരമൊരു വലിയ ആരോപണം വന്നിട്ട് പോലും എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സുചിത്ര അത് പറഞ്ഞത്? ആ പറഞ്ഞതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇതൊന്നും അന്വേഷിക്കാതെ പ്രാഥമികമായി ഞങ്ങൾ അന്വേഷണം നടത്താം, ഞങ്ങൾക്ക് സമയമുള്ളപ്പോൾ അന്വേഷണം നടത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലാഘവത്തോടെ ഇത് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഒറ്റ കാര്യമുള്ളൂ, ഭാഗ്യലക്ഷ്മി ഏത് സംഘപരിവാർ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇത്രയും കാലമായി കണ്ടിട്ടില്ല. അവർ വളരെ പറയുന്ന നിഷ്പക്ഷമായ നിലപാടുകളാണ്. അവർ പറയുന്ന ചോദ്യങ്ങൾ, അല്ലെ അവർ ഉന്നയിച്ച ചോദ്യങ്ങൾ ചാട്ടുളി പോലെ കൊള്ളേണ്ട ചില സ്ഥലങ്ങളിൽ കൊണ്ട് കയറുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭാഗ്യലക്ഷ്മി പറഞ്ഞ ഇത്രയുള്ളൂ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായിട്ടും അതിനുള്ളിലുള്ള ആരോപണങ്ങളുമായിട്ടും മാത്രം മുന്നോട്ട് പോയാൽ മതിയോ? ുമായി ബന്ധപ്പെട്ട ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല? എന്തുകൊണ്ട് മാധ്യമങ്ങൾ മുക്കുന്നു? പോലീസും നാർക്കോട്ടിക്കിൻ്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരും ഇതിൻ്റെ പിന്നാലെ പോകാത്തത് എന്താണ്? ഒരു സാധാരണ പൗര എന്ന നിലയിൽ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. ഇത് കേരളീയ സമൂഹം ഏറ്റെടുക്കുന്നു. പക്ഷേ മാധ്യമങ്ങളുടെ പിന്തുണയില്ലാത്തത് കൊണ്ട് ഇതിന് വലുതായിട്ടുള്ള മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ ഭാഗ്യലക്ഷ്മിയുടെ ചോദ്യം, ഏതെങ്കിലും ഒരു യുവമോർച്ച നേതാവിൻ്റെ പിന്തുണ, ഇതൊക്കെ തന്നെ കൊള്ളേണ്ട സ്ഥലങ്ങളിലേക്ക് കൊണ്ടു കയറുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എത്ര ഒളിപ്പിച്ച് വെച്ചാൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഇവർ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രഹസ്യം പുറത്തു വരിക തന്നെ ചെയ്യും. അപ്പോൾ നമുക്കിതിൻ്റെ വിശദമായ വാർത്തകൾ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും.